തുടരുകയാണ്. കേരളത്തിൽ വേനൽ കടുത്ത് വരൾച്ച ബാധിച്ച് വറ്റി വരളുമ്പോഴും സമൃദ്ധമായി നെൽകൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് വയനാട്ടിലെ അതിർത്തിയിൽ. കർണാടക അതിർത്തി ഗ്രാമങ്ങളിലെ മച്ചൂർ, ബാവലി പ്രദേശങ്ങളിൽ കേരളത്തിൽ നിന്ന് ഒഴുകുന്ന കബനി നദിയിലെ വെള്ളം ഉപയോഗിച്ചാണ് 200 ഏക്കറിലേറെ നെൽപ്പാടങ്ങളിൽ ഇത്തവണ കൃഷി ഇറക്കിയിട്ടുള്ളത്. വേനൽ കടുത്തതോടെ കബനി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞെങ്കിലും കൃഷിസ്ഥലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ കർണാടക അതിർത്തികളിൽ ചെറു പമ്പ് ഹൗസുകളും ജലസേചന പദ്ധതികളും നിർമ്മിച്ചത് കർഷകർക്ക് അനുഗ്രഹമാവുകയാണ്. കബനി നദിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് വരൾച്ചക്കിടയിലും ഇത്തവണ ഇവിടെ കർഷകർ കൃഷി ഇറക്കിയത്. നീരൊഴുക്ക് കുറഞ്ഞപ്പോൾ ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ച വെള്ളം തടഞ്ഞു നിർത്തിയാണ് പമ്പ് ഹൗസുകൾ ഉപയോഗിച്ച് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിച്ചത്. നമ്മൾ ഈ കബനി നദിയിൽ നിന്ന് കൃഷി നഞ്ചയും പൂഞ്ചും രണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് സർക്കാർ സമുദായം ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ പമ്പസ് ഉണ്ട്. 45 ബിന്റെ മോട്ടർ 200 ഏക്കർ കൃഷിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കൃഷിയൊക്കെ ആയിട്ട് വെള്ളത്തിനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തെ ബുദ്ധിമുട്ടുമ്പോൾ മോളിയൊക്കെ കെട്ടി നിർത്തിണ്ടായിരുന്നു വെള്ളമൊക്കെ. പിന്നെ നമ്മൾ ഇവിടുത്തെ അക്കത്തെ അവിടുത്തെ പഞ്ചായത്തുകാർക്കും പോയിട്ട് കളക്ടറുടെ അടുത്ത് സംസാരിച്ചിട്ട് ആ ബാണാസുര ഡാമിന് കുറച്ച് വെള്ളം അയക്കുമ്പോൾ ഈ ഇപ്പോൾ 200 ഏക്കർ കൃഷിനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കിട്ടുന്ന നെല്ലും 1000 കണക്കിൽ ജനങ്ങൾ തിന്നുള്ള നെല്ലും നമ്മൾ ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ സമുദായമുണ്ട്. കബനി നദിയുടെ കേരള അതിർത്തി വരണ്ടുണങ്ങി കിടക്കുമ്പോഴും അക്കരെ പച്ചപ്പ് വിരിച്ചു കിടക്കുന്ന പാടങ്ങൾ നയന മനോഹര കാഴ്ചയാണ്. കൃഷിക്കായുള്ള വൈദ്യുതി മാത്രമല്ല, ജലസേചന പദ്ധതികളും സൗജന്യമാണ് കർണാടകയിൽ. കേരളത്തിൽ മാറിവരുന്ന സർക്കാരുകൾ കർഷകർക്കായി ഗുണകരമായ ഒന്നും ചെയ്യുന്നില്ലെന്നതിന്റെ തെളിവാണ് വരണ്ടുകിടക്കുന്ന പാടങ്ങളെന്നാണ് കർഷകരുടെ ആരോപണം. കേരള കർണാടക അതിർത്തിയിലെ ഹറുകരയിലെ കാഴ്ചയാണിത്. വേനലിൽ വെള്ളമെത്തിയതോടെ നെൽകൃഷി ഇവിടെ സജീവമായി. മലയാളികൾക്കും മാതൃകയാണിത്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.